തുടങ്ങിയാൽ പിന്നെ തീർത്തിട്ടേ അടങ്ങും. ഇതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു ശൈലി. പറഞ്ഞു വന്നത്, ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിൽ മാത്രമല്ല, ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ മാത്രമല്ല, വീണ്ടും വീണ്ടും സിറിയയിലും ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സിറിയയിലെ 3 പ്രധാനപ്പെട്ട സൈനിക ബേസുകൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായത്. അതിമാരകമായ ആക്രമണം. ഡമാസ്കസിന് സമീപമുള്ള ഒരു എയർബേസ്, പാൽമിറയ്ക്ക് സമീപമുള്ള T4 എയർബേസ്, അതുപോലെ ഹോംസിലും ഹമായിലുമുള്ള നിരവധി ആയുധ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇസ്രായേലി സേന ആക്രമിച്ചത്. നമുക്കറിയാം, സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ തുടങ്ങിയ ആക്രമണം ഇതുവരെ ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി പാൽമിറയ്ക്ക് സമീപമുള്ള T4 എയർബേസുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതിശക്തമായ പരിശോധന നടത്തി വരികയായിരുന്നു. ഈ എയർബേസ് തുർക്കി ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ള സൂചനകൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. ഈ എയർബേസിന്റെ പ്രവർത്തനം തുർക്കിയുടെ കയ്യിലാവുകയും തുർക്കി ആ മേഖലകളിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു. ഈ വിവരങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് രഹസ്യാന്വേഷണ വിഭാഗം കൈമാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പാൽമിറയ്ക്ക് സമീപമുള്ള T4 എയർബേസിനെ അതിമാരകമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. എയർബേസിനെ മാത്രമല്ല, റൺവേ, ഹമായിലെയും ഹോംസിലെയും എയർബേസുകളിലെ റൺവേ ഛന്ന ഭിന്നമാക്കി തകർത്തു കഴിഞ്ഞു. വമ്പൻ കുഴികളാണ് ഈ റൺവേകളിൽ രൂപപ്പെട്ടത്. അത്രത്തോളം മാരകമായ 10 കണക്കിന് ഭാരമുള്ള വലിയ പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഈ ആക്രമണത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചത്. അങ്ങനെ ഇസ്രായേലിനുള്ളിലെ തുർക്കിയുടെ ഒരു എയർബേസിനെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. തുർക്കി എന്ന രാജ്യത്തിന് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ നൽകിയ വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം. നിങ്ങൾ ഇനിയും സിറിയയുമായി സൈനിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തന്നെ ബാധിക്കും. നിങ്ങൾ ഇനിയും സിറിയയുമായുള്ള സൈനിക ബന്ധത്തിന് മുതിർന്നാൽ അടുത്ത ആക്രമണം തുർക്കിക്ക് നേരെ ആയിരിക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് ഇസ്രായേലി ആക്രമണത്തിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡമാസ്കസിന് സമീപമുള്ള ഇറാനിയൻ ബന്ധമുള്ള മറ്റൊരു ആയുധ കേന്ദ്രത്തിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. നിരവധി ആയുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇറാന് സിറിയയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാഷർ അൽ അസദ് ഭരണകൂടം ആണ് ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെല്ലാം ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത്. ആയുധങ്ങൾ മാത്രമല്ല, മയക്കുമരുന്നുകളടക്കം നിർമ്മിച്ച് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികളെ ഊട്ടിയിരുന്നത് സിറിയയായിരുന്നു. ആ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ നിലംപതിപ്പിച്ചതിന് പിന്നിൽ മൊസാദാണ് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇറാന്റെ ആരോപണമാണെങ്കിൽ കൂടി അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കാനിടയായ കലാപം, ആ കലാപം സിറിയയുടെ തെക്കൻ ഭാഗത്ത് നിന്ന് HTS എന്ന ഒരു സായുധ സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. തുടക്കത്തിൽ 5-6 ആളുകൾ മാത്രം ഉണ്ടായിരിക്കുകയും വിരലിലെണ്ണാവുന്ന ആയുധങ്ങൾ മാത്രമാണ് ഈ വിമത സൈന്യത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ 15 ദിവസം കഴിയുമ്പോൾ ഡമാസ്കസിലുള്ള സിറിയയുടെ പ്രസിഡന്റിന്റെ കൊട്ടാരം പിടിച്ചെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഈ കലാപം എത്തി. അതിന് പിന്നിലും മൊസാദാണെന്നും സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും മൊസാദിന്റെ സഹായത്തോടു കൂടിയാണ് HTS എന്ന വിമത സേന സിറിയ പിടിച്ചെടുത്തതെന്നുമായിരുന്നു ഇറാന്റെ ആരോപണം. ഈ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ബാഷർ അൽ അസദിനെ റഷ്യയിലേക്ക് കടക്കാൻ സഹായിച്ചത് മൊസാദ് തന്നെയാണ്. അങ്ങനെ അതിന് പകരമായി എവിടെയൊക്കെയാണോ ഇറാന്റെയും തുർക്കിയുടെയും ഒക്കെ ആയുധ സംഭരണ കേന്ദ്രങ്ങളുള്ളത്, അത് സംബന്ധിച്ച വളരെ കൃത്യമായൊരു രൂപരേഖ, ബ്ലൂ പ്രിന്റ് ബാഷർ അൽ അസദ് ഇസ്രായേലിന് നൽകുന്നു. അങ്ങനെ ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പറക്കുന്നതിന് പിന്നാലെ സിറിയയുടെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. സിറിയയ്ക്കുള്ളിൽ ഉടനീളം ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. എല്ലാ ആയുധ സംഭരണശാലകളെയും തകർത്ത് തരിപ്പണമാക്കുന്നു. അതിൽ ഇറാന്റെ ആയുധങ്ങളുണ്ട്, ഹിസ്ബുള്ളയ്ക്കായി സിറിയ കരുതി വെച്ച ആയുധങ്ങളുണ്ട്, ഹമാസിനായി സിറിയ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന ഹൂതികൾക്ക് വേണ്ടി അടക്കം സിറിയ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങളെ ഛന്ന ഭിന്നമാക്കി ആക്രമിച്ച് നശിപ്പിച്ചു. ആ ആക്രമണം ഇന്നും ഇസ്രായേൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇതിനകം ഇസ്രായേൽ പിടിച്ചെടുത്തു. ഗ്രേറ്റർ ഇസ്രായേൽ ആകുകയാണ്
പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഹെർമൺ പർവ്വതം പിടിച്ചെടുത്തു, അതുപോലെ തന്നെ ബഫർ സോണുകൾ പിടിച്ചെടുത്തു. അങ്ങനെ വലിയൊരു ഭൂപ്രദേശം മുഴുവൻ ഇപ്പോഴും ഇസ്രായേലിന്റെ അധീനതയിലാണ്. ഡമാസ്കസിന് സമീപം തന്നെ ഇസ്രായേൽ സേന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ HTSന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇസ്രായേൽ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം, ഇസ്രായേൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഇസ്രായേലിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നൊക്കെ HTSന്റെ പ്രസിഡന്റ് പറയാറുണ്ട്. എന്നാൽ അതൊന്നും ഇസ്രായേൽ മുഖവിലയ്ക്ക് എടുക്കാറില്ല. ഇപ്പോഴത്തെ ആക്രമണം ലക്ഷ്യമിടുന്നത് അത് തുർക്കിയെയാണ്. തുർക്കി സിറിയയിലെ HTS ഭരണകൂടവുമായി അതീവ സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ്. തുർക്കിക്ക് സിറിയയിൽ വലിയ താല്പര്യങ്ങളുണ്ട്. നേരത്തെ ബാഷർ അൽ അസദ് ഭരണകൂടവുമായും തുർക്കി വലിയ ബന്ധമായിരുന്നു. ഇപ്പോൾ HTS അധികാരം പിടിച്ചതിന് പിന്നാലെ HTSന്റെ നേതാവ് ഗൊലാനിയുമായി വലിയ സൗഹൃദങ്ങളാണ് ഇപ്പോൾ തുർക്കിയുടെ പ്രസിഡന്റ് സ്ഥാപിക്കുന്നത്. ഇറാനിയൻ ബന്ധമുള്ള മറ്റൊരു ആയുധ കേന്ദ്രത്തിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. നിരവധി ആയുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇറാന് സിറിയയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാഷർ അൽ അസദ് ഭരണകൂടം ആണ് ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെല്ലാം ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത്. ആയുധങ്ങൾ മാത്രമല്ല, മയക്കുമരുന്നുകളടക്കം നിർമ്മിച്ച് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികളെ ഊട്ടിയിരുന്നത് സിറിയയായിരുന്നു. ആ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ നിലംപതിപ്പിച്ചതിന് പിന്നിൽ മുസാദാണ് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇറാന്റെ ആരോപണമാണെങ്കിൽ കൂടി അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കാനിടയായ കലാപം, ആ കലാപം സിറിയയുടെ തെക്കൻ ഭാഗത്ത് നിന്ന് HTS എന്ന ഒരു സായുധ സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. തുടക്കത്തിൽ 5 or 6 ആളുകൾ മാത്രം ഉണ്ടായിരിക്കുകയും വിരലിലെണ്ണാവുന്ന ആയുധങ്ങൾ മാത്രമാണ് ഈ വിമത സൈന്യത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ 15 ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രതിഫലമായി T4 എന്ന് പറയുന്ന എയർബേസ്, പാൽമിറയ്ക്ക് സമീപമുള്ള ഈ എയർബേസിന്റെ പ്രവർത്തനം തുർക്കിയുടെ കൈകളിലേക്ക് നൽകാൻ HTS തീരുമാനിക്കുന്നു. ഈ എയർബേസിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ തുർക്കിയും തീരുമാനിക്കുന്നു. അതിന് പിന്നാലെ ഈ എയർബേസിന് ചുറ്റും വ്യോമ പ്രതിരോധ സംവിധാനം സ്വന്തം നിലയിൽ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് തുർക്കി ആരംഭിച്ചത്. എന്നാൽ ഇത് സാധ്യമായാൽ വിദൂര ഭാവിയിൽ അത് ഇസ്രായേലിന് ദോഷകരമായി ബാധിക്കുമെന്നുള്ള ചിന്ത ഇസ്രായേലിനുണ്ടാകുന്നു. അതിന് പിന്നാലെ ഞൊടിയിടയിൽ ആ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. തുർക്കിയുടെ സ്വപ്നമായ, തുർക്കിയുടെ കണ്ണിലുണ്ണിയായ T4 എയർബേസിനെ തകർത്ത് തരിപ്പണമാക്കുന്നു. ആ എയർബേസിന്റെ റൺവേ പോലും നിലവില്ലാത്ത സാഹചര്യത്തിൽ അവിടെ അടിമുടി തകർക്കുന്നു ഇസ്രായേൽ സേന. അങ്ങനെ ഭാവിയിൽ വരാനിരിക്കുന്ന ശത്രുക്കളെ പോലും, ഭാവിയിൽ വരാനിരിക്കുന്ന എതിർപ്പുകളെ പോലും ഇപ്പോഴേ മുൻകൂട്ടി കണ്ടുകൊണ്ട് തകർക്കുകയാണ് ഇസ്രായേലി സേന. ഇങ്ങനെ ഒരു രാജ്യം ലോകത്ത് മറ്റൊന്നുണ്ടാകില്ല. തങ്ങളുടെ പൗരന്മാരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു രാജ്യം.